അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് 2025 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരി ഉത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ബഅസ എന്നതിൽ രണ്ടാമത്തെ അക്ഷരം. ഒന്നാമത്തെ അക്ഷരം ബ, രണ്ടാമത്തെ അക്ഷരം ഐന്, മൂന്നാമത്തെ അക്ഷരം സ്വാ. അവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അക്ഷരമാണ്. ശരി ഉത്തരം ഐന്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. റൈന്, ഫ. ഈ രണ്ടക്ഷരവും ആ കൊടുത്തിരിക്കുന്ന വാക്കിൽ ഇല്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. വക്കഴ്സൻ ദിഹാഖൻ എന്നതിലുള്ള അലിഫുകൾ. ഓപ്ഷൻസ് 5, 4, 3. എന്നതിൽ സുക്കൂനുള്ള ഒരു അലിഫിനെ കാണാൻ സാധിക്കും. അതിനുശേഷം സീനിനെ നീട്ടാൻ ഒരു അലിഫ് കൊടുത്തിരിക്കുന്നു. അടുത്ത വാക്ക് നോക്കൂ, ദിഹാഖൻ. ഇതിൽ ഹായിനെ നീട്ടാൻ ഒരു അലിഫും ഖാഫിനെ നീട്ടാൻ ഒരു അലിഫും കൊടുത്തിരിക്കുന്നു. അങ്ങനെ മൊത്തം 4 അലിഫ് കൊടുത്തിരിക്കുന്നു. ശരി ഉത്തരം 4. മൂന്നാമത്തെ ചോദ്യം. ഇന്നഹു ലന്ന എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം. ഓപ്ഷൻസ് ള, ഹ, നൂന്. കൂട്ടുകാർക്ക് മദ്ദക്ഷരം അറിയോ? ഏതൊക്കെയാണ് മദ്ദക്ഷരങ്ങൾ? ഫതഹിനെ നീട്ടാൻ അലിഫ്, ളുമിനെ നീട്ടാൻ വാവ്, കസ്റിനെ നീട്ടാൻ യാ. ഇവിടെ നമുക്ക് ഹായിന് ശേഷം വാവ് കൊടുത്തിരിക്കുന്നു. ളുമിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന വാവ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് അക്ഷരത്തെയാണ് നീട്ടി ഓതിയത്? അതെ, ഹായിനെയാണ്. ശരി ഉത്തരം ഹ. നാലാമത്തത് ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് എന്നതിലുള്ള ഖാഫുകൾ. ഓപ്ഷൻസ് നോക്കൂ. 4, 2, 3. ഉഖ്സിമു എന്നതിൽ സുക്കൂനുള്ള ഒരു ഖാഫിനെ കാണാൻ സാധിക്കും. അതിനുശേഷം ബിശ്ശഫഖ് എന്നതിൽ അവസാനത്തെ അക്ഷരം ഖാഫാണ്. അങ്ങനെ മൊത്തം 2 അക്ഷരങ്ങൾ. ശരി ഉത്തരം 2. അഞ്ചാമത്തത് വസ്സമാഇ വത്വാരിഖ് എന്നതിൽ കൂടുതൽ നീട്ടി ഓതണം. ഓപ്ഷൻസ് മീമിനെ, ത്വായിനെ, വാവിനെ. വസ്സമായി. ഇതിൽ നമ്മൾ മീമിനെയാണ് കൂടുതൽ നീട്ടിയത്. മീമിനെ നീട്ടാൻ കൊടുത്തിരിക്കുന്ന അലിഫിന് മുകളിൽ നമുക്ക് ഒരു അടയാളം കാണാൻ സാധിക്കും. നീട്ടി ഓതുമ്പോൾ കൊടുക്കേണ്ട അടയാളമാണത്. ശരി ഉത്തരം മീമിനെ. 6. യഅലമുൽ ജഹ്റ എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം. ഓപ്ഷൻസ് ലാമ്, റാ, അലിഫ്. ശരി ഉത്തരം അലിഫ്. 7. വലല്ലാലീൻ എന്നതിലുള്ള അക്ഷരങ്ങൾ. ഓപ്ഷൻസ് 8, 9, 10. ശരി ഉത്തരം 10. ഇനി എട്ടാമത്തത് ജന്നത്തും മിൻ നഖീൽ എന്നതിൽ ഷദ്ദുള്ള അക്ഷരങ്ങൾ. നൂനിന് മുകളിൽ ഒരു ഷദ്ദുണ്ട്. അടുത്തത് മീമിന് മുകളിൽ ഒരു ഷദ്ദുണ്ട്. നഖീൽ എന്നതിലും നൂനിന് മുകളിൽ ഒരു ഷദ്ദുണ്ട്. മൊത്തം 3 ഷദ്ദുകൾ. ശരി ഉത്തരം 3. 9. റായിനെ നേർപ്പിച്ച് ഓതണം. ഓപ്ഷൻസ് യഷ്റബു, വ ഉഷ്രിബു, റുസിഖന. ഒന്നാമത്തെ ഓപ്ഷനായ യഷ്റബു എന്നതിൽ റായിന് ഫതഹാണ്. അവിടെ നമ്മൾ നേർപ്പിച്ചല്ല, തടിപ്പിച്ചാണ് ഉച്ചരിച്ചത്. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ഓപ്ഷനിലും. റുസിഖന, അവിടെ റായിന് ലൊമ്മാണ്. അവിടെ നമ്മൾ നേർപ്പിച്ചല്ല, തടിപ്പിച്ചാണ് ഉച്ചരിച്ചത്. വ ഉഷ്രിബു എന്നതിൽ റായിന് കസ്റാണ്. അവിടെ നമ്മൾ നേർപ്പിച്ച് ഓതണം. ശരി ഉത്തരം രണ്ടാമത്തെ ഓപ്ഷൻ വ ഉഷ്രിബു. 10. ഷദ്ദുള്ളപ്പോൾ മണിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. ഓപ്ഷൻസ് വാവ്, യാ, ബാ, താ, മീം, നൂന്. ശരി ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ മീം, നൂന്.
അടുത്ത പ്രവർത്തനം ചെറും പടി ചേർക്കുക. 11 യറഹു അഹദ്. 12 ലസാലുൽ ജഹീം. 13 ഇന്ന ബത്ഷ. 14 വ അമ്മാമൻ. 15 ലഹുൽ മുൽക്ക്. ഇപ്പുറത്ത് നോക്കൂ. എ നൂനിനെ മണിച്ച് ഓതണം. ബി ഹായിനെ നീട്ടി ഓതണം. സി 3 അലിഫുള്ള വാക്ക്. ഡി ഹായിനെ നീട്ടാതെ ഓതണം. ഇ മീമിനെ മണിച്ച് ഓതണം. ഓർദിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതുക. 11 യറഹു അഹദ്. ശരിയുത്തരം ബി ഹായിനെ നീട്ടി ഓതണം. 12 ലസാലുൽ ജഹീം. ശരിയുത്തരം സി 3 അലിഫുള്ള വാക്ക്. സ്വാദിനെ നീട്ടാൻ ഒരു അലിഫ്, അത് ഒന്നാമത്തത്. വാവിന് ശേഷം നോക്കൂ, ഒരു അലിഫ് കാണാൻ സാധിക്കും, അത് രണ്ടാമത്തെ അലിഫ്. അൽ ജഹീം, അവിടെ ഒരു അലിഫ് കാണാൻ സാധിക്കും, അങ്ങനെ മൊത്തം 3 അലിഫ്. ശരിയുത്തരം സി. 13 ഇന്ന ബത്ഷ. ശരിയുത്തരം എ നൂനിനെ മണിച്ച് ഓതണം, കാരണം അവിടെ നൂനിന് ശബ്ദമാണ് കൊടുത്തിരിക്കുന്നത്. 14 വ അമ്മാമൻ. ശരിയുത്തരം ഇ മീമിനെ മണിച്ച് ഓതണം, കാരണം അവിടെ മീമിന് ശബ്ദമാണ് കൊടുത്തിരിക്കുന്നത്. 15 ലഹുൽ മുൽക്ക്. ശരിയുത്തരം ഡി ഹായിനെ നീട്ടാതെ ഓതണം. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 16 തർഹഖുഹാ ഖതറത്തുൻ എന്നതിൽ ഡാഷ് അക്ഷരങ്ങളുണ്ട്, ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 10. 17 ജഹീം എന്നതിൽ ഒന്നാമത്തെ അക്ഷരം ഡാഷ് ആണ്, ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ജീം. ജഹീം എന്നതിൽ ഒന്നാമത്തെ അക്ഷരം ഏതാണ്? ജീം ആണ്. 18 ബിൽ ഹസൽ എന്നതിൽ ഡാഷിനെ ഉച്ചരിക്കരുത്, ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അലിഫ്. ബിൽ ഹസൽ എന്നതിൽ അലിഫിനെ ഉച്ചരിക്കരുത്. 19 ജഹന്നം എന്നതിൽ ഡാഷിനെ മണിച്ച് ഓതണം, നൂനിന് ഷദ് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ നൂനിനെ മണിച്ച് ഓതണം, ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നൂൻ. 20 ഖിതാമുഹു മിസ്കുൻ എന്നതിൽ ഹായിനെ ഡാഷ് ഓതണം, ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നീട്ടി. ഖിതാമുഹു മിസ്കുൻ എന്നതിൽ ഹായിനെ നീട്ടി ഓതണം. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 21 ബുസിറത്ത് എന്നതിൽ രണ്ടാമത്തെ അക്ഷരം ഏത്? ബ ഒന്നാമത്തെ അക്ഷരം, ഐനാണ് രണ്ടാമത്തെ അക്ഷരം, ഉത്തരം ഐന്. 22 ഖുരിഅ എന്നതിൽ റായിനെ എങ്ങനെ ഓതണം? റായിന് കസറാണ് കൊടുത്തിരിക്കുന്നത്, ഉത്തരം നേർപ്പിച്ച്. 23 കല്ല എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഉത്തരം 3. ഇങ്ങനെയാണ് വെച്ചാൽ കാഫ് ലാമ്, ലാമിന് നീട്ടാൻ ഒരു അലിഫ്, മൊത്തം 3. 24 മിസ്കുൻ എന്നതിലെ അവസാനത്തെ അക്ഷരത്തിന്റെ പേര്? ഉത്തരം കാഫ്. 25 ളുഹഹ എന്നതിൽ ഒന്നാമത്തെ അക്ഷരം? ഉത്തരം വാദ്. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 26 വമാ ഉർസിലു എന്നതിൽ ഈ അടയാളമിട്ടത് എന്തിന്? ഉത്തരം അവിടെ കൂടുതൽ നീട്ടി ഓതണം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി. 27 ലഹു മുൽക്കുസ് സമാവാതി, ഇവിടെ ഹായിന് ശേഷം ചെറിയ വാവ് കൊടുക്കുന്നത് എന്തിന്? ഉത്തരം ഹായിനെ നീട്ടി ഓതുന്നതിന് വേണ്ടി. 28 ഹിയൽ മഅവ, അലിഫിന് മുകളിൽ ചെറിയ സ്വാദ് കൊടുത്തത് എന്തിന്? ഉത്തരം വസ്ലിന്റെ അലിഫിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി. 29 വഇസാ ഖുരിയ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ, ഇവിടെ ഈ അടയാളമിട്ടത് എന്തിന്? ഉത്തരം തിലാവത്തിന്റെ സുജൂദിനെ സൂചിപ്പിക്കാൻ വേണ്ടി. 30 ലഫിസ് സുഹുഫ് എന്നതിലെ 8 അക്ഷരങ്ങൾ ക്രമപ്രകാരം എഴുതുക. അപ്പൊ നോക്കൂ, ലാമ്, ഫാ, യാ, അലിഫ്, ലാമ്, സ്വാദ്, ഹാ, ഫാ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് ഒക്കെ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ്
അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.